കുറേ ദിവസമായി ഞാൻ ഉമ്മാനോട് നിൽക്കാൻ പോവാതെ അങ്ങനെ കിരക്കരായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഓർഡറെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടായിട്ട് ഉമ്മാനോട് പോയിട്ട് രാവിലെ അനിയത്തിൻ്റെ പിള്ളറും ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് മദ്രസ പോകുന്നുണ്ട്. എൻ്റെ അതിന് ശേഷം ഞാനും അനിയത്തിയും കുറേ കഥ പറഞ്ഞോട് നല്ല സ്ട്രോങ്ങിൽ ചായ കുടിക്കാറില്ലേ, നല്ല അടിപൊളി ചായ വെച്ചാൽ നോക്കുമ്പോൾ ചായപ്പൊടി എന്തോ പാങ്ങില്ല, കളർ അത്ര പോരാ ചായക്ക്. അങ്ങനെ അനിയത്തിക്ക് കേക്കിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായി. അങ്ങനെ ഓള് രാവിലെ തന്നെ കേക്കിൻ്റെ ഓർഡർ തിരക്കിലുണ്ട്. മസാല നല്ല അടിപൊളി കേക്ക് ആക്കുന്നോളൂ ഞാൻ. അങ്ങനെ ഒരു 2-3 കേക്ക് രാവിലെ 3 കേക്ക് ബൈറ്റെല്ലാം കൊടുക്കാണ്ടേ അതിൻ്റെ എല്ലാം പണിയിലുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അവിടെ മിഷീനിൽ കറക്കുന്നുണ്ട്. എനിക്കൊന്ന് ഉമ്മാൻ്റെ അടുക്ക് വന്നെങ്കിൽ ഒന്ന് ബൾപ്പെല്ലാം ഒന്ന് ചുറ്റണം രാവിലെ. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. നമ്മളെ ക്വാർട്ടേഴ്സിലെല്ലാം ആളുണ്ടാകുന്നില്ല, നമ്മളെ പോരിൻ്റെ മുറ്റത്ത് തന്നെയാണ് നമ്മളെ ക്വാർട്ടേഴ്സ്. അങ്ങനെ അത് നോക്കിയിട്ട് അതിന് ശേഷം ഇപ്പുറത്തപ്പുറവും കുച്ചിപ്പുറമെല്ലാം ഒന്ന് ഇങ്ങനെ സെർച്ച് ആക്കുന്നത്. ഞാൻ എന്തെങ്കിലും മാറ്റം വന്നിനോ കൊട്ടലപ്പുറമുള്ള ക്വാർട്ടേഴ്സ് അപ്പുറം അത് കാണുന്നില്ല, കമ്പൗണ്ടെല്ലാം കെട്ടിയിട്ട് അപ്പുറത്താണ് നമ്മുടെ ഷോപ്പെല്ലാം ഉണ്ടത്. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് എന്തായാലും നമുക്ക് നമ്മളെ ഉമ്മ നോക്കണ്ടേ. അങ്ങനെ ഉമ്മാക്കുള്ള ഓട്സ് എല്ലാം റെഡിയാക്കിയിട്ട് കൊടുക്കുന്നു ഞാൻ ചൂടോടെ. ഉമ്മക്ക് ഫുഡൊന്നും ഇപ്പോൾ കഴിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഓട്സോ എന്തെങ്കിലും ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കൂട്ടല്ല. അങ്ങനെ ഉമ്മാനെ ഫ്രഷ് ആക്കിയിട്ടെല്ലാം അതിന് ശേഷം ഇല്ലേ ഉമ്മാക്കുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഉമ്മാനെ ഒരിക്കൽ നോക്കിയില്ലെങ്കിൽ ഒരു കരയാന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി ഞാനിപ്പോൾ ഈ ഇങ്ങനെ സുഖമില്ലായിട്ട് വരാനേ കഴിയുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഓർഡറെല്ലാം പൊട്ടിട്ട് കുറച്ച് ദിവസം നിൽക്കാലിട്ട് തന്നെ വന്നു. അങ്ങനെ 2-3 ദിവസം ഉണ്ടായി ഉമ്മാൻ്റെ നേരത്തെ തന്നെയാണ് നമ്മളെ ഉമ്മണിക്കാനോ നിൽക്കാനോ നടക്കാനോ എന്തിനും കയ്യില്ല, എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. എന്നാലും പ്രശ്നമില്ല. അവിടെ കിടന്നിട്ട് ഉമ്മ എന്നിട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു എന്തോ ഒരു മനസ്സിലേക്ക് സമാധാനമല്ലേ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഉമ്മാനെ നോക്കിയില്ലെങ്കിൽ ഒരു എന്തോ ഒരു മനസ്സിലേക്ക് ഒരു ബേജാറ്. ഞാനൊന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടായിട്ടില്ല. അനിയത്തി ഫുള്ള് ക്ലീനിങ് ഇല്ല. അപ്പോൾ ഞാൻ ഫുള്ള് ചോറും കറീൻ്റെ പണിയാണ്. ഞാൻ എപ്പോൾ പോയാൽ ഞങ്ങളെ പേയും ചോദിക്കും എന്ത് തന്നെ കിച്ചൻ്റെ സ്പെഷ്യലെന്ന്. അങ്ങനെ നല്ല ചിക്കനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായി. അങ്ങനെ ഇന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും പിന്നെ തൈരും എല്ലാം കൂട്ടിയിട്ട് നല്ല പായസം എല്ലാം കൂട്ടിയിട്ട് നല്ല മസാല. അങ്ങനെ നമ്മൾ ഉച്ചക്ക് അടിപൊളിയില്ല ചോറും കറിയും എല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ കഥ പറഞ്ഞെങ്കിൽ തീരുന്നേയില്ല. നമുക്ക് ഉമ്മാരുടെ പോയെങ്കിലേ എത്ര ബിസിയാക്കി എങ്ങനെ തീരാലോ. അനിയത്തിൻ്റെ പിള്ളേർ മൈലാഞ്ചി പിടിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫുള്ളൊന്ന് വെച്ച് കൊടുത്തിന്. വലിയ ചേലാന്നില്ല, എന്നാലും ഒരു മാതിരി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം കായ് കായ്ച്ചതും ചായ എല്ലാം കുടിച്ചിട്ട് അതിന് ശരിയല്ലേ. എന്നിട്ട് വൈകുന്നേരത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്നുണ്ട്. രാത്രിക്ക് ഇനി ഫുഡ് ആക്കണ്ടേ, ബനായിട്ടില്ല. അങ്ങനെ നേരെ വിളിച്ചു ടൗണിലുണ്ടായതുകൊണ്ടില്ലേ കുറേ ഹോട്ടലുണ്ട്. വേണം വിളിച്ചെങ്കിൽ സാധനം എത്തിച്ച് തരും. അങ്ങനെ ചിക്കൻ കറിയും പെപ്പർ ചിക്കനാ പൊറോട്ടയും പിന്നെ കോക്ടെയിലെല്ലാം കൊടുത്തിട്ടില്ലേ. അങ്ങനെ രാത്രിയിലത്തെ പണിയും എളുപ്പമായി. പിന്നെ ഉമ്മാരുടെ നമുക്ക് എത്തിയെങ്കിൽ ഒരു എക്സ്ട്രാ മടിയല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ചേട്ടത്തി അവരെല്ലാം വന്നിട്ടുണ്ടായി. അങ്ങനെ ഏട്ടത്തി ആങ്ങളുടെ ഓളും നമ്മളും എല്ലാം വിസിയും കഥയെല്ലാം പറഞ്ഞിട്ട് എല്ലാം പിള്ളമാർ ഒരു ഭാഗത്ത് ഓരോ വർക്കിൻ്റെ പണി നടക്കുന്നേണ്ട്. പിന്നെ ഏളമ്മ അവരെല്ലാം വന്നിട്ടുണ്ടായി. അങ്ങനെ ജ്യൂസും ജാറെല്ലാം നോക്കിയിട്ട് എടുക്കുന്ന ഊജി. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ തന്നെ കിച്ചണിലിടാം. എല്ലാവരും നോക്കിയിട്ട് കമൻ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.